ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വഖ്ഫിനാ ശുറൂറഹും. ഹസ്ബിയല്ലാഹു വകഫാ സമിഅല്ലാഹു ലിമൻ ദആ ലൈസ വറാ അല്ലാഹി മുൻതഹാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിലെ വളരെയധികം പ്രസിദ്ധനായ ഒരാളാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ആണ്ടുമാസമാണ് ഈ മാസം. ജമാദുൽ ഊല 12-നാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി തരട്ടെ. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് വാപ്പാനെ പറ്റിയും ഇമ്മാനെ പറ്റിയും പറയാം എന്നാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ഒന്ന്, മഹാനവറുകളുടെ ആണ്ടുമാസമായതുകൊണ്ടും, രണ്ട്, സംഘാടകർ മാതാപിതാക്കൾ എന്ന വിഷയം ഇട്ടതുകൊണ്ടും. അപ്പോൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമ്മാനെയും ബാപ്പാനെയും പറ്റി പറയാനാണ് പരിപാടി. ഇപ്പോൾ 7:44 സമയം. 45 കൂട്ടുക. 8:45 1 മണിക്കൂറാവും. 9 മണിയാവുമ്പോൾ 1.25 മണിക്കൂറാവും. അപ്പം ഞാനൊരു 9 മണിക്ക് നിർത്താമെന്നും, പിന്നെ നമുക്ക് മജ്ലിസുന്നൂറ് ചൊല്ലി അപ്പോഴേക്ക് തങ്ങൾ പാപ്പ വരും, യാസീനൊക്കെ ഓതി ദോരന്ന് പിരിയാം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെന്ത് വേണമെച്ചാൽ, ഇവിടെ ഇപ്പോൾ സ്വാഗതം പറഞ്ഞു, അധ്യക്ഷ പ്രസംഗം നടത്തി, ഉദ്ഘാടനം ചെയ്തു. ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, സാലിം ഫൈസി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മുണ്ടരുത് എന്നാണ്. മുണ്ടിച്ചിട്ട് ഞാൻ ഒന്നും കാട്ടൊന്നുമില്ല, പക്ഷെ മുണ്ടാതിരുന്നാലേ മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയണത്. അപ്പം അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും മുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർക്കൊരു താരാട്ടുപാട്ടാണ് പാടിക്കൊടുക്കാം. എന്നാൽ എല്ലാവരും എൻ്റെ ഒപ്പം പാടിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇല്ലല്ലാഹു
മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറെക്കുറെ നിന്നു അല്ലേ? ഏറെക്കുറെ നിന്നിട്ടുണ്ട് അല്ലേ? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് 4 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ്. ഒന്ന്, വിത്ത് ഗുണം 10 ഗുണം എന്നതാണ്. ബാപ്പിമ്മയും നേരായാൽ മക്കൾ നേരാവും എന്നതിനാണ് ഞാൻ വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബാപ്പാര് നേരായോര് ഉമ്മാര് നേരായോര് നന്നായിട്ടുണ്ട്. ഒരു നാട് നമ്മൾ എടുത്തു, ഏതെങ്കിലും ഒരു നാട്. ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയവരോ ആയ ഏതെങ്കിലും ഒരു ആളുടെ പ്രത്യേകതയായിരിക്കും. ഇപ്പം എന്നോട് എവിടെ നാട് എന്ന് ചോദിച്ചാൽ ഞാൻ കൊളത്തൂർ എന്നറിയും. അപ്പോൾ ആൾക്കാർ ചോദിച്ചും കൊളത്തൂർ മൗലവിനെ അറിയുമെന്ന് ചോദിക്കും. അങ്ങനെയാണ്. മമ്പറെന്ന് പറഞ്ഞാൽ നമ്മളെ കൽബക്ക് വരിക തിരുരങ്ങാടി പോയതിൻ്റെ മേലെ കൂടിയേ ഒരു പാലുണ്ട്, അതിമ കൂടെ ബസ് പോണുണ്ട് എന്നല്ല. മമ്പർത്തങ്ങൾ പറഞ്ഞ ഒരാളവിടെ കിടന്നുറങ്ങുന്നുണ്ട് എന്നാണ്. ലേശം കൂടിയും കുറക്കണം. ഒഴിവാക്കിയാൽ അത്രയും സന്തോഷമായി. അപ്പം മമ്പറെന്ന് പറയുമ്പോൾ നമുക്ക് തിരുരങ്ങാടി പോയിൻ്റെ മേലെ കൂടെ പാലുണ്ട് എന്നല്ലല്ലോ ഓർമ്മ വരിക. മമ്പർത്തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണല്ലോ. ഒരു നാടിൻ്റെ പ്രത്യേകത നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതോ മുമ്പ് ജീവിച്ച് വഫാത്തായതോ ആയ ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയായിരിക്കും. പാണക്കാട് എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ ബാക്കിൽ കൂടി ഒരു പുഴ ഉണ്ട് എന്നല്ല, പാണക്കാട് തങ്ങൾ പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഏതു നാടുകളുടെയും പ്രത്യേകത ആ നാട്ടിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ജീവിച്ച് മരണപ്പെട്ടു പോയവരായ ആളുകളുടെ പ്രത്യേകതയായിരിക്കും. എന്നാൽ ഒരു സമയത്തിൻ്റെ പ്രത്യേകത അതല്ല. സമയത്തിൻ്റെ പ്രത്യേകത ആ സമയത്തുണ്ടായ ഒരു സംഭവമാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച ദിവസമാണ്. ഒരു സംഭവമാണ്. തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് അഷ്റഫുൽ വറാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സംഭവമായിരിക്കും. മുഹറം 10ൻ്റെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി തങ്ങളോട് ചോദിച്ചു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗപ്രവേശനം നൽകപ്പെട്ട ദിവസമാണ്. ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. സുബഹിൻ്റെ മുമ്പുള്ള സമയത്തിൻ്റെ പ്രത്യേകത എന്താ? നബി തങ്ങൾ ജനിച്ച സമയമാണ്. തന്നെ ഇങ്ങനെ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. എന്നാൽ ഒരു മനുഷ്യന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ്. ഒരാളെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കും ഓൻ്റെ വാപ്പാരാണ്. അപ്പം അങ്ങനെ തലമ്മ ചൊറിഞ്ഞു. വാപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തയില്ലാത്തവനാണ് എന്നാ. ഓൻ എത്ര വലിയ കാര്യം പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ അംഗീകരിക്കാൻ പോണില്ല. എന്തേ? ഒരു മനുഷ്യൻ്റെ പ്രത്യേകത അവൻ്റെ വാപ്പയാണ്. ഏത് മനുഷ്യൻ്റെയും ഒന്നാമത്തെ പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ്. അൽ വലദു സിർറു അബീഹി എന്നാണ്. മകൻ വാപ്പാൻ്റെ രഹസ്യം ആകുന്നു എന്നാണ്. ഏത് മനുഷ്യനെയും പരിശോധിക്കുമ്പോൾ ആദ്യം വാപ്പാനെ നോക്കണം.
ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അലി എന്ന പേരായ ആളായിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവും മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും ഒരു നാട്ടുകാരാണ്, ഇറാഖികളാണ്. ലോകത്തിന് ഇറാഖ് സംഭാവന ചെയ്ത രണ്ട് വ്യക്തികളാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും. രണ്ടാളും ഏകദേശം ഒരു നാട്ടുകാരാണ്. രണ്ടുപേരും ഏകദേശം ഒരു കാലക്കാരാണ്. ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. മൂത്താള് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഇളയാള് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ ഇതേമാതിരി തന്നെയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാൻ്റെ ഒരു കഥയുണ്ട്. അതേ കഥ തന്നെ അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പാനെ പറ്റിയും റിപ്പോർട്ടുണ്ട്. ആരെ വാപ്പയാണെങ്കിലും രണ്ടും കുഴപ്പമില്ലല്ലോ. വാപ്പാൻ്റെ പേര് അബൂ സ്വാലിഹി എന്നായിരുന്നു. അത് മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പാനെ പറ്റിയാണോ അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പാനെ പറ്റിയാണോ എന്ന് ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഴയ കാലം മുതൽ വയല് കേട്ട് വരുന്നതനുസരിച്ച് മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പയാണ് അബൂ സ്വാലിഹ്. എന്നാൽ ചില അറബി പണ്ഡിതന്മാർ ഉദ്ധരിച്ചതനുസരിച്ച് അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പയാണ്. എന്താവട്ടെ, മൂപ്പര് ഒരു ദിവസം പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. പുഴയിൽ കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. വിശന്ന് വലഞ്ഞ് മാനവർകളിങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുഴയിലൂടെ ഒരത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. കഥ പറയൽ ഉദ്ദേശമല്ല കേട്ടോ, ഈ കഥ നിങ്ങൾക്ക് അറിയാം എന്നെനിക്കറിയാം. ഈ കഥ നിങ്ങൾക്ക് അറിയും എന്നെനിക്കറിയാം. കഥ പറയലല്ല ഉദ്ദേശം, ഒരു കാര്യം പറയാനാ. അബൂ സാലിഹ് എന്ന് പറയുന്ന മഹാൻ പുഴയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നു, വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, ആരുടേതായിരിക്കും ഈ അത്തിപ്പഴം? അതിൻ്റെ ഉടമസ്ഥൻ അത് പൊരുത്തമുണ്ടാകുമോ? ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് പുഴയെന്നൊരു അത്തിപ്പഴം കിട്ടിയാൽ തിന്നാവുന്നതാണ്. കാരണം എന്തേ? അത്തിപ്പഴം ഒലിച്ചു പോയ ആൾ അത് അന്വേഷിച്ചിറങ്ങൽ പതിവില്ല. ഇപ്പം നമുക്ക് ഈ സ്റ്റേജിൻ്റെ താഴെന്നൊരു കടലമണി കിട്ടിയെന്ന് വിചാരിക്കുക, നിലക്കടലിൻ്റെ ഒരു മണി. എന്നാൽ നമ്മളിങ്ങനെ അവൻ കൈ പിടിച്ചുകാണ്ട് മയക്കൊക്കെ കെട്ടിയിട്ട് ഇതാ ഒരു കടലമണി വീണ് കിട്ടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ട ആളുകൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് പറയണോ? വേണ്ട. അത് കിട്ടിയ ആൾക്ക് അപ്പം തന്നെ തിന്നാം. എന്തേ? നഷ്ടപ്പെട്ട ആൾ അതിനെ അന്വേഷിച്ച് നടക്കാറില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഒരു അത്തിപ്പഴം കിട്ടിയാൽ ഉടമസ്ഥനെ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ശരീഅത്തിൻ്റെ നിയമം. അതേസമയത്ത് സ്വർണത്തിൻ്റെ കോയിൻസ് കിട്ടിയാൽ അന്വേഷിക്കണം, 500ൻ്റെ നോട്ട് കിട്ടിയാൽ അന്വേഷിക്കണം. കാരണം നഷ്ടപ്പെട്ട ആൾ അതിനെ തിരഞ്ഞു നടക്കും. അത്തിപ്പഴം അന്വേഷിക്കണ്ട, കാരണം നഷ്ടപ്പെട്ട ആൾ അത് തരില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പർക്കൊരു സമാധാനം കിട്ടിയില്ല. മൂപ്പര് കുളി കഴിഞ്ഞ് പുഴക്കരയിലൂടെ അത്തി മുതലാളിയെയും തെരഞ്ഞുപോയി. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അബ്ദുല്ലാഹി സൗമായി എന്ന് പേരായ ഒരാളുടെ തോട്ടത്തിൽ നിന്ന് ഒരു അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. താൻ കഴിച്ച അത്തിപ്പഴവും ആ അത്തിമരത്തിൽ നിൽക്കുന്ന അത്തിപ്പഴവും ഒരുപോലത്തതാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹി സൗമായിയുടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പുഴയിലേക്ക് അത്തിപ്പഴം വീണിട്ടുള്ളതെന്ന് മനസ്സിലായി. കുട്ടികളെ, എടാ, നിങ്ങൾ മൂത്രമൊഴിക്കാൻ അയക്കാറല്ലേ അല്ലേ? ആ, വേഗം പോയി മൂത്രമൊഴിച്ച് കയറിയിട്ടാ, നല്ല കുട്ടികളാണ്. ഇനി എല്ലാവർക്കും കൂടി ഒപ്പം മുട്ടരുത് കേട്ടോ, ബുദ്ധിമുട്ടാവും.
കുട്ടികളെ ഓരോരുത്തർക്കും മുട്ടാവുന്നതാണ്. അങ്ങനെ ഓൻ പോവുക, ഒഴിച്ചു വരിക, അടുത്ത ആൾ പോവുക, അടുത്ത ആൾ പോവുക, അങ്ങനെ നിങ്ങളെല്ലാവരും ഒഴിച്ച് കഴിയുമ്പോൾ ഞങ്ങളെ വയതും കഴിയും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി. അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒപ്പം മുട്ടരുത്, സംഗതി പ്രശ്നമാവും. പെണ്ണുങ്ങളെ കുറേ പെണ്ണുങ്ങളുണ്ട് അവിടെ, പക്ഷെ വർത്തമാനത്തിലൊരു കുറവും, ചെറിയൊരു കുറവേ വന്നിട്ടുള്ളൂ. മുഴുവനും കുട്ടികളെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം കുട്ടികളെ ശബ്ദം കേട്ടാൽ നമുക്കറിയാലോ, എനിക്ക് 5 കുട്ടികളുണ്ട്. ആ കേൾക്കുന്നത് മൊത്തത്തിൽ കുട്ടികളെ ഒച്ചയൊന്നുമല്ല, കുറച്ചൊക്കെ വലിയവർ തന്നെയാണ്. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് സമയം എല്ലാവരും മിണ്ടാതിരിക്കട്ടോ. 30 സെക്കൻഡ്. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നത് ഹാളിൽ നിന്നല്ല, പുറത്തു നിന്നാണ്. അതുകൊണ്ട് സംഘാടകരാരെങ്കിലും ഒരു 2 പേര് ആ സൈഡിൽ നിന്ന് പോയി നോക്കുക എന്താണ് അവിടുത്തെ സംഭവം എന്ന്. സംസാരം ഹാളിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. കുട്ടികളാണെങ്കിൽ ഓലെ കുറച്ച് ദൂരേക്ക് കളിക്കാനാക്കുക, ഒച്ചല്ലാത്ത എന്തെങ്കിലും കളി പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ്. അൽഹംദുലില്ലാ. അതന്നെ ഇങ്ങോട്ട് നോക്കിയെല്ലാവരും. അപ്പം ഇങ്ങനെ പുഴക്കരയിലൂടെ ഇങ്ങനെ നടന്നുപോയി അബ്ദുല്ലാഹി സൗമായി എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിൽ നിന്ന് ഒരത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരു അത്തിപ്പഴം ഞാൻ എടുത്ത് കഴിച്ചു, നിങ്ങളതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പൊരുത്തപ്പെട്ട് തരാൻ കുറച്ച് ഇടങ്ങേറുണ്ട്, എനിക്ക് കയ്യുമില്ല കാലുമില്ല കണ്ണുമില്ലാത്തൊരു മകളുണ്ട്, ഓളെ കെട്ടുകയാണെങ്കിൽ പൊരുത്തപ്പെട്ട് തരാർ. മൂപ്പര് ചോദിച്ചു, വേറെ എന്തേലും വല്ല വയ്യും ഉണ്ടോ ചോദിച്ചു. ഒരു വയ്യും ഇല്ല പറഞ്ഞു. എന്നാ കെട്ടിക്കോളാർ. ഇതാണ് കഥ. ഇനി എന്താ വേണ്ട വെച്ചാൽ, ആ അബൂ സ്വാലിഹിൻ്റെ സ്ഥാനത്ത് നമ്മളാരെങ്കിലും ആയിരുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കണേ. സാലിം ഫൈസി ആയിരുന്നു, അല്ലെങ്കിൽ അബ്ദുറഹ്മാനായിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞഹമ്മദായിരുന്നു, അല്ലെങ്കിൽ മയമുട്ടിയായിരുന്നു, അങ്ങനെ ആരെങ്കിലും ആണെന്നൊന്ന് വിചാരിച്ചു നോക്കി. പുഴയ്ക്ക് കുളിക്കാൻ പോയി എന്നും വിചാരിച്ചോളി, അങ്ങനെ വിശന്നു എന്നും വിചാരിച്ചോളി, പുഴയെക്കൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നു എന്നും വിചാരിച്ചോളി, അതെടുത്ത് തിന്നു എന്നും വിചാരിച്ചോളി. എന്നാലേ അത്തി മുതലാളിയെ തിരഞ്ഞ് നമ്മൾ പോകുമോ? ഇനി പോയി എന്നും വിചാരിച്ചോളി. മുതലാളിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു 4 കൊല്ലം എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം, ശമ്പളമൊന്നും തരൂല എന്ന് പറഞ്ഞു എന്നും വിചാരിച്ചോളി. എന്തേക്കാരം മറുപടി? പിന്നെ ഇത്ര വലുപ്പത്തിലൊരു സാലിം വയസ്സിനെ വേറെ നോക്കിക്കോളി, ഞമ്മക്കൊയിവില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് ഇങ്ങോട്ട് പോരും. അതന്നെയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ മാതിരത്തെ കുട്ടികൾ നമുക്ക് ഇല്ലാത്തതിൻ്റെ കാരണം. ഇതിപ്പോൾ വാടക കിട്ടാൻ മാത്രമല്ല, ഒരു 3 പീഡിയ റൂമും അത്യാവശ്യം പീഡിയക്കോൾ വാങ്ങാനുള്ള 2 കോട്ടേഴ്സും 2 നിലയുള്ള ഒരു പെരയും മുറ്റത്തൊരു ചെറിയ കാറൊക്കെ കൂടി ഇങ്ങോട്ട് ആയി വന്നപ്പോഴേക്ക് അറബി ഏകദേശം യത്തീംഖാനയെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. പിന്നെ എങ്ങനെ നേരാവുക? ഇതാണ് സംഭവം. എന്തുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം വാപ്പാൻ്റെ ഗുണാണ്. അബൂ സ്വാലിഹ് എന്ന പേരായ ആളുടെ ഗുണമായിരുന്നു അത്. തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന പദ്യ കിതാബിൽ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. നൂഹ് ബിൻ മറിയം എന്ന പേരായ ഒരു മുതലാളിയുടെ കഥ. പഴയ കാലത്ത് മറിയമിൻ്റെ മകൻ നൂഹ് എന്ന പേരായ ഒരാൾ ജീവിച്ചിരുന്നു. മറിയമിൻ്റെ മകൻ നൂഹ് നല്ല പൈസക്കാരനാണ്. ഒരുപാട് തോട്ടങ്ങളുണ്ട്, ഒരുപാട് വില്ലകളുണ്ട്, ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ എന്നാലേ ഇത് പറയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് നോക്കി,
ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഈ ആദ്യം വന്നവരൊക്കെ ഇത് കേൾക്കാൻ വന്ന തന്നെ ഉള്ളല്ലേ, ഇന്ന് അങ്ങോട്ട് നോക്കണം. അല്ല ഇനി വരുന്നവരെ നോക്കാൻ വന്നതാണെങ്കിൽ നല്ലത് പുറത്ത് പോയി ഒന്ന് നോക്കലാണ്. എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊരു ശല്യമില്ല. അങ്ങനെയാണ് ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഉദ്ദേശിക്കണത്. എങ്ങനെയാ വെച്ചാൽ എങ്ങനെ ക്ലാസ് കേൾക്കാം എന്ന് നിങ്ങളെ പഠിപ്പിക്കാം എന്നാണ്. ഈ സദസ്സിലിരുന്ന് ചുയിങ്കം ചവക്കണ ആളുണ്ട്, ഓനും കുട്ടികളുണ്ടല്ലോ. അല്ല, നമ്മളിവിടെ നല്ല വാപ്പാനെ പറ്റിയിട്ടും നല്ല അമ്മാനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. ഈ സദസ്സിൽ ഇരുന്ന് ചുയിങ്കം ചവക്കണ ആളുണ്ട്. ഓൻ്റെ കുട്ടി സ്കൂൾക്ക് ഉണ്ടാവും, ഓൻ്റെ കുട്ടി മാറി സ്കൂൾ ഉണ്ടാവും. ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി പറയാണ്. ബാപ്പാൻ്റെ ഗുണേ മക്കൾക്ക് ഉണ്ടാവുള്ളൂ, അല്ലാത്തൊന്നും ഉണ്ടാവില്ല. റബീഉൽ അവ്വൽ 12 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് നേടിയതിന് സ്റ്റേജുമ്മ കയറിയിട്ട് സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിലിരിക്കണ വാപ്പ പറയും, ഇൻ്റെ ചെറുക്കനാണത്, 3ാമത്തോന് ഹാഷിമ്, ഓ നല്ലോണം പഠിക്കും, ഉഷാറാണ് എന്ന് പറയും. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരെടുത്ത് നിന്ന് അടി കിട്ടിയാൽ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ടാണ് എന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് അടി കിട്ടിയത്. സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ ആൾക്കാരെടുത്ത് നിന്ന് പെരടിക്ക് വെട്ട് കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നതാണ്. കുട്ടിയുടെ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനെ രക്ഷിതാവാൻ പറ്റുള്ളൂ. മദ്രസയിൽ ചേർക്കാൻ ചെന്നാൽ, സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെന്നാൽ ഒരു ഫോം തരും, ഒരു ഫോം. ആ ഫോമിലെ ആദ്യത്തെ കള്ളി വിദ്യാർത്ഥിയുടെ പേര് അതെഴുതാനാണ്. 2ാമത്തെ കള്ളി ജനന തീയതി എഴുതാനാണ്. 3ാമത്തെ കള്ളി വാപ്പാൻ്റെ പിതാവിൻ്റെ പേരെഴുതാനാണ്. 4ാമത്തെ കള്ളി രക്ഷിതാവിൻ്റെ പേരെഴുതാനാണ്. പിതാവ് തന്നെയാണ് രക്ഷിതാവ് വെച്ചാൽ എന്തിനാ 2 കള്ളി? ബാപ്പ ആയതുകൊണ്ട് രക്ഷിതാവൂല. നമ്മൾ വിചാരം ബാപ്പ ആയതുകൊണ്ട് രക്ഷിതാവുന്നാണ്. ബാപ്പ വേറെ, രക്ഷിതാവ് വേറെ. ബാപ്പന്നെ രക്ഷിതാവും കൂടി ആകണം. ആയില്ലെങ്കിൽ ഓൻ്റെ പേരൊട്ട് എഴുതാനും പറ്റൂല. ആരാ രക്ഷിതാവ് വെച്ചാൽ അയാളെ പേര് എഴുതണം. സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് കുട്ടി വേണ്ടാത്തത് കാട്ടി കുരുത്തക്കേട് കാട്ടിയാൽ പ്രിൻസിപ്പാള് പറയും, രക്ഷിതാവിനെ കൊണ്ടുവരെന്ന് പറയും. അപ്പം രക്ഷിതാവ് ചെല്ലണം. കുട്ടിയുടെ എല്ലാ നന്മകളെയും എല്ലാ തിന്മകളെയും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനാണ് രക്ഷിതാവ് എന്ന് പറയണത്. അത് ആകാൻ വാപ്പാക്ക് കഴിഞ്ഞാൽ വലിയ ഗുണാണ്. അതന്നെയാണ് വാപ്പാൻ്റെ ഗുണം എന്ന് പറയണത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എങ്ങനെ ക്ലാസ് കേൾക്കാമെന്നും കൂടി നിങ്ങളൊന്നാണ് പഠിപ്പിക്കാമെന്നാണ്. അതിനെന്തൊക്കെ വേണ്ടത് അതും കൂടി ഒന്നാണ് പഠിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചത്. നമ്മൾ നേരായാൽ തന്നെ നമ്മളെ കുട്ടികൾ നേരാകൊള്ളും. ഉസ്താദേ, ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കമുണ്ടോ എന്ന് പറയും ചിലവർ. നടക്കൂല, ഇവിടെ ദ്വാരക്കോ ഒഴിവുമില്ല. ആദ്യം നമ്മളാണ്ട് നേരാകാൻ തീരുമാനിക്കണം, അപ്പം കുട്ടികളാണ്ട് നേരാവും. തന്നെ സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിനെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട സാധനത്തിൻ്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കുക. 4ാം ക്ലാസ്സിലുള്ള കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിനെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് ഷാഫിഈ മദ്ഹബ് പ്രബലമാക്കിയ ചോന്ന സാധനത്തിൻ്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ പെരേന്ന് ഒന്നുകിൽ വാപ്പമ്മാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിച്ചത് ഓൻ കേട്ടതാണ്, ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ വല്ലിപ്പാനെ വിളിച്ചതേക്കാരം, അല്ലെങ്കിൽ വല്യമ്മാനെ വിളിച്ചതേക്കാരം. എവിടുന്നേ കിട്ടിയത്? അതുകൊണ്ട് അൽ വലതു സിർറു അബീഹി എന്നാണ്. മക്കൾ പിതാവിൻ്റെ രഹസ്യമാകുന്നു എന്ന് പറഞ്ഞാൽ വാപ്പ രഹസ്യമായി ചെയ്യുന്നതിനെ മകൻ പരസ്യമായി ചെയ്യും. വാപ്പ രഹസ്യമായി ചെയ്യുന്നതിനെ മകൻ പരസ്യമായിട്ട് ചെയ്യും. ഒരു കുട്ടി ഒരു കുരുത്തക്കേട് കാട്ടിയാൽ അതിൻ്റെ അർത്ഥം ബാപ്പാൻ്റെ അടുത്ത് ഇത് സ്വകാര്യത്തിലുണ്ടായിരുന്നു എന്നാണ്. ഞാനങ്ങനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ഒരു ഫിലോസഫി പറയാണ്. അതിന് കുറച്ച് ആൾക്കാർ ഒഴിവുണ്ടായിരിക്കും. ഒരു തത്വം പറയുമ്പോൾ കുറഞ്ഞ ആൾക്കാർ അതിന് ഒഴിവുണ്ടായിരിക്കുന്നു മാത്രം. പക്ഷേ ഭൂരിഭാഗമായി തന്നെയാണ്.
മക്കൾ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് വാപ്പാൻ്റെ സ്വകാര്യമാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ലോക്കിട്ടതാണ്. വാപ്പാൻ്റെ മൊബൈലിന് 5 ലോക്കാണ്, ഉമ്മാൻ്റെന് 10 ലോക്കാണ്. പരസ്പരം കാണാൻ പാടില്ല. വാപ്പാരെ വിളിച്ചതെന്ന് ഉമ്മാക്കറിയാൻ പാടില്ല, ഇമ്മാരോടാ ചാറ്റ് ചെയ്തതെന്ന് വാപ്പാക്കറിയാൻ പാടില്ല. ഈ മൊബൈലിൻ്റെ ലോക്കാണ് കുടുംബ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ. സ്വകാര്യതകൾ വളരെ കൂടുതലാണ്. സ്വകാര്യം വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വകാര്യത മക്കൾ പരസ്യമായി ചെയ്യും. വാപ്പാൻ്റെ സ്വകാര്യം മകൻ്റെ പരസ്യമാണ്. അതുകൊണ്ട് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാപ്പാനെ പറ്റി ഞാൻ പറഞ്ഞു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാൻ്റെ പേര് അലി എന്നായിരുന്നു. മഹാനവറുകളുടെ ഉമ്മാൻ്റെ പേര് ഫാത്തിമ എന്നായിരുന്നു. അലി ഫാത്തിമ എന്നാണ്. അലി എന്ന് പറയുന്ന പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ ഉമ്മയാണ് മഹാനവറുകളെ നോക്കി വളർത്തിയത്. ചരിത്രം പരിശോധിച്ചാലേ വാപ്പാര് മരണപ്പെട്ട് ഉമ്മാര് നോക്കിയ കുട്ടികളാണ് അധികവും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വാപ്പാരെ കൊല്ലണമെന്നൊന്നുമല്ല കേട്ടോ. അല്ല, അങ്ങനെ അർത്ഥം വെക്കണ്ട, പറയാത്ത അർത്ഥം വെക്കരുത്. വാപ്പ മരണപ്പെട്ട് ഉമ്മാര് മനസ്സറിഞ്ഞ് നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അമ്പിയാക്കൾ മുതൽ ഉദാഹരണമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതായിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതായിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതായിരുന്നു. ഇബ്രാഹിം നബിൻ്റെ വാപ്പ താറഹ് എന്നു പേരായ ഒരാളായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. ആ കസാല വേഗടി, കസാലൊക്കെ വേഗട്ടാളി. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വയല് മതി നമുക്ക്. വേണ്ട വേണ്ട, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വയല് മതി. ബാക്കിയുള്ള വയലൊക്കെ മതി. ഇന്നലെ ജലീൽ റഹ്മാൻ തന്നെ നിങ്ങൾ സ്വീപ്പാക്കിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഒന്നത് നടക്കൂല. ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മുണ്ടാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. നമുക്ക് പാട്ടൊക്കെ പാടാവാണെങ്കിൽ പാട്ട് പാടാൻ മുണ്ടാതിരിക്കണ്ട, വയല് പറയാൻ മുണ്ടാതിരിക്കണം. പാട്ട് ഞാൻ പാടിക്കോളാം. വമ്പുറ്റ ഹംസാറിയല്ല ചാടിട്ടമ്പിയസ്വതിൽ മാറടാ വള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിപ്പവനാരടാ. അതിനും ഉണ്ടാതിരിക്കണ്ട, പക്ഷേ ക്ലാസ് എടുക്കണമെങ്കിലും ഉണ്ടാതിരിക്കണം, നിർബന്ധം. കസാലടൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി പറയാം. നിങ്ങൾ വർത്താനം തുടങ്ങുമ്പോൾ ഞാൻ നിർത്തിക്കൊണ്ട് അങ്ങനെ. ഇന്ന് അങ്ങനെയാണ് പരിപാടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പാൻ്റെ പേര് താറഹ് എന്നായിരുന്നു. അദ്ദേഹം മഹാനവറുകളുടെ ചെറുപ്പത്തിൽ മരിച്ചു. ആസർ എന്ന് ഇബ്രാഹിം നബിൻ്റെ വാപ്പയായിട്ട് പറയലുണ്ട്. പക്ഷെ അത് മഹാനവറുകളുടെ വാപ്പയല്ല, എളാപ്പയാണ്. എളാപ്പാനെ വാപ്പാന്ന് പറയും എന്ന നിലയിലാണ് താറഹിനെ അല്ല ആസറിനെ വാപ്പാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചതാണ്. ചെറുപ്പത്തിൽ നിന്നും പറഞ്ഞാല പോരാ, ജനിക്കണതിൻ്റെ മുന്നേ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. എന്തേ അബ്ദുല്ല എന്ന് കേട്ടപ്പോൾ റളിയല്ലാഹു അൻഹു ഒന്നും ചെല്ലാത്തത്? വല്ല പൈസ എന്തെങ്കിലും കടം വാങ്ങിയെന്ന മൂപ്പര്? എന്നിട്ട് മുങ്ങിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടതാണ്. ഉമ്മയായ ആമിന ബീവിയാണ് നോക്കിയത്. ഇങ്ങനെ അങ്ങോട്ട് വന്നാലേ സഹാബത്തിലേക്ക് വന്നാൽ, താബികളിലേക്ക് വന്നാൽ, ഔലിയാക്കളിലേക്ക് വന്നാലൊക്കെ തന്നെ കാണാം.
മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. മഹാനവറുകളെ ഉമ്മയാണ് നോക്കിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ജന്മനാ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ജന്മനാ കാഴ്ച കുറവായിരുന്നു. അങ്ങനെ ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് ഉമ്മ ദ്വാരന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടി. 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. അത് ശരി, അബ്ദുല്ലാൻ്റെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല പ്രശ്നമുള്ളതില്ലേ, ബുഖാരി ഇമാമിൻ്റെ പേര് കേട്ടാലും ഒന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കരുതി. എന്നാൽ അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്തോ വാങ്ങിയിട്ട് മുങ്ങിയതുകൊണ്ട് പിന്നെ മുണ്ടായാണ് എന്ന്. ബുഖാരി ഇമാമിൻ്റെ പേരിനും ഇല്ല റളിയല്ലാഹു അൻഹു. ജന്മന കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. മനുഷ്യന്മാരുടെ പൊതുവെ കാര്യം അങ്ങനെയാണ്, പറഞ്ഞാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നാണ്. ഞാൻ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഒരു ദിവസം ഒരു പള്ളിയിൽ കൂടി. സാധാരണ വെള്ളിയാഴ്ച ജുമയ്ക്ക് രണ്ടാമത്തെ ഖുതുബയിൽ 4 സഹാബത്തിൻ്റെ പേര് അറിയല്ലോ. അപ്പം ആൾക്കാരൊന്നും ഉറക്ക റളിയല്ലാഹു അൻഹു ചെല്ലാലുണ്ട്. അതും ചെല്ലാത്തൊരു പള്ളി കണ്ടു. എവിടെ ഉറക്ക ചെല്ലില്ലെങ്കിലും വെള്ളിയാഴ്ച ജുമയ്ക്ക് രണ്ടാമത്തെ ഖുതുബയിൽ ഇമാമ് 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേര് പറയും. അതിന് റളിയല്ലാഹു അൻഹു ചെല്ലലുണ്ട്. അതും ചെല്ലാത്തൊരു പള്ളിയുണ്ട്. ഞാൻ ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരാമെന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞില്ലേ. ആദ്യമായിട്ട് വന്നാൽ തന്നെ ഈ കോലത്തിലായാലും ഇനി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നപ്പം നിങ്ങൾ ആലോചിക്കണത്. നേരാക്കിയിട്ട് തന്നെ പോവുള്ളൂ, നമുക്ക് നേരാക്കിയിട്ട് തന്നെ പോവുള്ളൂ സംഗതി അതന്നെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു യാനബി എല്ലാവരും ചെല്ലട്ടോ എൻ്റെ ഒപ്പം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഇപ്പം കുറേയൊക്കെ ലെവലായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമ്മ് തെറ്റിയാൽ നമ്മൾ ചോദിക്കൂല ബുഖാരിയിലുണ്ടോന്ന്. വർത്താനം പറഞ്ഞ് തമ്മ് തെറ്റിയാൽ പിന്നെ എന്താ ചോദിക്കുക, ബുഖാരിയിലുണ്ടോന്ന്. ആ ഇമാം ബുഖാരി മഹാനവറുകളുടെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പാൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ് പേര്. ജന്മന കണ്ണ് കാണാത്ത ആളാണ്.
ഉമ്മ ദ്വാരന്ന് ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു. തമ്മ തെറ്റിയാൽ ബുഖാരിയിലുണ്ടോയെന്ന് നമ്മൾ ചോദിക്കും. എന്തേ കാരണം? 4000 ഉസ്താദുമാരാണ്. അതിൻ്റെ കാരണം ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടാവില്ല. അതിൽ തന്നെ 2ാം ക്ലാസ്സിലെ മമ്മൂട്ടി ഒല്ലാക്കാനെ ഓർമ്മയില്ല. അന്നെ 2ാം ക്ലാസ് പഠിപ്പിച്ചത് ആരേന്ന് ചോദിച്ചു എന്നാള്. അപ്പോൾ പറഞ്ഞു ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണട വെച്ച എത്രങ്ങാനും മനുഷ്യന്മാരുണ്ടാവും. അതൊക്കെ നമ്മളെ 2 പഠിപ്പിച്ചത്. എന്താ വേണ്ടത്? ഉമ്മാട് ചോദിക്കുക, ഉമ്മ ഞാനിങ്ങനെ മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് മദ്രസയിൽ ചെന്നപ്പോൾ 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് തലക്കടത്തൂരിലുള്ള ഇബ്രാഹിം മൗലവിയായിരുന്നു. അപ്പം ഉമ്മാട് ചോദിക്കുക, അമ്മ എന്നെ 2 പഠിപ്പിച്ചത് ആരായിരുന്നു? അതിൽ ഉമ്മ പറയും കാലത്തൂരുള്ള അംസോലിയരായിരുന്നു. പേരൊക്കെ സാങ്കല്പികമാണ് കേട്ടോ, നമ്മളെ വകയാണ്. ജീവിച്ചിരിക്കുന്നുണ്ടോ ആള് എന്ന് അന്വേഷിക്കുക. അബുദാബി പോയി വന്നതാണ് അല്ലെങ്കിൽ ദുബൈ പോയി വന്നതാണ്, അപ്പോഴാ ചോദ്യം. ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 1 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും വാങ്ങിയിട്ട് പോകുക. എന്നിട്ട് അത് കൊടുത്തിട്ട് പറയാ ദോരക്കണം. ജീവിതം തന്നെ സംഗതി. ജീവിച്ചിരിക്കുന്നില്ല, മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖബർ എവിടെയാണ് എന്ന് അന്വേഷിക്കുക. ഖബറിങ്ങ ചെന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറയാ. ഖബറോ അറിയില്ലെങ്കിലോ ഇരിക്കണോടത്ത് ഇരുന്നിട്ട് ഒരു യാസീൻ അങ്ങോട്ട് പാർസലാക്കി അയച്ചു കൊടുത്താൽ ഈ ജീവിതം മെച്ചപ്പെടും. 4000 ഉസ്താദുമാരായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്. സഹീഹുൽ ബുഖാരി എന്ന കിതാബിൻ്റെ രചന കഴിഞ്ഞു. ദുൽഹിജ്ജ മാസത്തിൽ രചന കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. അങ്ങനെ റൗള ഷരീഫിൻ്റെ പുറത്ത് ഒരു സ്ഥലത്ത് സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവറുകൾ നിന്നു. മുസ്തഫായ നബി തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് വിളിക്കുമ്പോഴേ പോവുകയുള്ളൂ എന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കത്തിൽ കണ്ടു. നബി തങ്ങൾ വിളിച്ചപ്പോൾ സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ച് ബാബുസലാമിലൂടെ സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം. സഹീഹുൽ ബുഖാരി കയ്യിലും പിടിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഗവൺമെൻറ് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു. എന്താ വിഷയം? ഉമ്മാൻ്റെ ദുആ. ഉമ്മാൻ്റെ ദുആണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് വാപ്പിയമ്മി അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അള്ളാഹ് ആദ്യം പഠിച്ചത് വാപ്പാനെയാണ്. ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ ദേശം വലുതായി. ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവിൽ ചായക്കച്ചവടം തുടങ്ങിയൊക്കെ ഒന്ന് സെറ്റായാൽ ഇമ്മിയും കുട്ടികൾ ഒന്നായിട്ട് വാപ്പാനെ ഒരൊറ്റ ചവിട്ടേണ്ടി ചവിട്ടും. ഒരാൾ അക്കരമ പോയി കുഴപ്പമില്ല, ഒരാൾ ഇക്കരമയും പോയി അതും കുഴപ്പമില്ല, മറ്റോന് നാട്ടിൽ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റും തുടങ്ങി ഓനും കുഴപ്പമില്ല. ആ പെരയത്തെ അവസ്ഥ എന്തേക്കാരെന്ന് നിങ്ങൾ ഇമ്മിയും കുട്ടികളും കൂടി ഒന്നാവും. ബാപ്പാക്ക് പിന്നെ ആ പെരയിൽ ഒരു നിലയും വിലയില്ല. ആകെ മൂപ്പർക്ക് 4 പരിപാടിയുള്ളു. പിന്നെ ഒന്ന് രാവിലെ മീൻകാരനെ കാത്തുക്കുക, പച്ചമീൻ വാങ്ങിക്കൊടുന്നെടുക്കുക, അത് മൂപ്പരെ പണിയാണ്. 2 നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റി കൊടുക്കുക, അതും മൂപ്പരെ പണിയാണ്, രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി വൈകുന്നേരം നഴ്സറി കുട്ടി സ്കൂളിട്ട് വരുമ്പോൾ കാത്തുക്കുക, അതും മൂപ്പരെ പണിയാണ്. 4മത്തത് നേരെ ഇരുട്ടാവുമ്പോൾ ഒരു ടോർച്ച് കൊടുത്തുങ്ങാണ്ട് പള്ളിക്കൊക്കെ പോയിട്ട് അവിടെ നിക്കരിച്ചാൻ വരുന്ന ഏതേലും ചെറുപ്പക്കാർ കുട്ടികളുണ്ടെങ്കിൽ ഓല സ്വീപ്പാക്കുക. ഹൗദിന്ന് വെള്ളം മുക്കിയാലും കേസ്, മുക്കിയില്ലെങ്കിലും കേസ്. കാലുമ്മക്കൂടെ പാർന്നാലും പ്രശ്നമായി, പാർന്നില്ലെങ്കിലും പ്രശ്നമായി. ഇതൊക്കെയാണ് പരിപാടി. നമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് എൻ്റെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരേമാതിരി തന്നെ ഉണ്ടാവുക. ഞാൻ ഇവിടെ നേരത്തെ വന്നു നോക്കിയിട്ട് പറയുന്നല്ലത്.
നമ്മളൊക്കെ നാട്ടിൽ ഒരേമാതിരി തന്നെ ഉണ്ടാവുക. നിങ്ങൾ വിചാരിക്കും ചിലപ്പം ഈ വർത്താനം പറയൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഞാൻ പോണോടത്തൊക്കെ ഉണ്ട്. ഞാനത് മുണ്ടാതിരുത്തിച്ചിട്ട് തന്നെ വയത് പറയലുള്ളൂ. അല്ലെ പിന്നെ ഇങ്ങനെ ഒരു വയതുണ്ട്, കണ്ണൊക്കെ ചിമ്പിയിട്ട് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് വഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ ഒരുക്കി തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വയത് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് കണ്ണീച്ച് നോക്കുമ്പോൾ മയക്കക്കാരനും ഉണ്ടാവും, ക്യാമറക്കാരനും ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ തടിയെടുത്തിട്ടുണ്ടാവും. നടക്കൂല ആ പരിപാടിയൊന്നും. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയണമെങ്കിൽ നിങ്ങളത് കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പറയുള്ളൂ. ആ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒതുങ്ങിയല്ലൊക്കെ ഒതുങ്ങി. നമ്മൾ വിചാരിച്ച സംഗതിയൊക്കെ നടക്കും. അള്ളാഹു നമ്മളൊക്കെ ഖൈറിൻ്റെ ആളുകളിൽ പെടുത്തി തരട്ടെ, സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ, നമ്മളൊരു മാറ്റം വരണം. അതിന് വേണ്ടി പറയാണ്. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. വർത്താനം പറയാൻ ഒരു യോഗ്യതയും ആവശ്യമില്ല. മിണ്ടാതിരിക്കണമെങ്കിൽ നല്ല യോഗ്യത വേണം. വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പക്ഷെ മുണ്ടാതിരിക്കാൻ അത് പറ്റൂല. നല്ല യോഗ്യത ഉള്ളവർക്കേ മുണ്ടാതിരിക്കാൻ കഴിയുള്ളൂ. വർത്താനം പറയാൻ പിരാന്തനും കഴിയുമല്ലോ, മിണ്ടാതിരിക്കാൻ യോഗ്യന് മാത്രമേ കഴിയുള്ളൂ. ഏതെല്ലാം യോഗ്യന്മാരുണ്ടോ അവരെ മൊത്തങ്ങൾ പരിശോധിച്ചോളി, സംസാരം കുറഞ്ഞവരായിരിക്കും. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്ന വർത്താനത്തുനിന്ന് മിക്കവാറും മാറ്റി പറയാനുള്ളത് ഇക്കാരം. അത് പിന്നെ ഞാനേ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ പൊരുത്തപ്പെട്ടാളീന്ന് പറയേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോഴത്തിന് 10 വർത്താനം ഉണ്ടായിക്കണമെങ്കിൽ 9 അങ്ങനെ ഇക്കാരം. അതിൽ സെക്രട്ടറിനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, പ്രസിഡന്റിനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, പള്ളിക്കത്തെ മൂലിയരെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, വാപ്പാനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും. ഈ അത് വർത്താനൊക്കെ നമ്മൾ പറയും. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് സംസാരിക്കാൻ യോഗ്യത വേണ്ട, സംസാരിക്കാതിരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. തന്നെ സംഗതി. അപ്പോൾ വാപ്പാനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അവൻ്റെ വാപ്പയാണ്. ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പറയാം വാപ്പാനെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, സുഖമില്ലാതെ കിടന്നപ്പോൾ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമ നിസ്കരിക്കുകയാണ്. നബി തങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ട് എന്ന് തോന്നിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തോള് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ വന്നു പള്ളിക്കക്ക്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നുകിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ ഒരുങ്ങാണ്. നബി തങ്ങൾ വരുന്ന കണ്ടപ്പോൾ മൂപ്പര് ബാക്കിന് മാറി. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, അവിടെ നിൽക്കി എന്നിങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാണിച്ചു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിന്നെയും ബാക്കിക്ക് മാറി. രണ്ടാമതും ഇങ്ങനെ കാണിച്ചു കൈകൊണ്ട്, പിന്നെയും മാറി. മൂന്നാമതും ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പം പിന്നെ നബി തങ്ങൾ വയ്ക്കും പോലെ വന്ന് മെഹ്റാബിൽ കയറി നിന്ന് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, ഞാൻ അള്ളാൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അതെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാകുന്നു. വായിൽക്കുന്ന രേശം മാറിയിരിക്കണം, ഉള്ളിക്കോ പുറത്തേക്കോ. ഇനി 1, 2, 3, ഇനി ഇവിടെ 3 കസാലയേ ഉള്ളൂ. 3 ആളെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ബാക്കിയുള്ളവരെ പുറത്തിരുത്തിക്കാളി. 3 കസാല ഇവിടെ ബാക്കിയുള്ളൂ. ഇനി 3 ആളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ കസാല ഇട്ട് കൊടുത്താളി. ഇങ്ങോട്ട് നോക്കി എല്ലാവരും, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി എല്ലാവരും, ഇങ്ങോട്ട് നോക്കി. വെയ്ക്കണോര് പാടുക, അല്ലാത്തൊരു മൂളട്ടോ. ഇനി ചെല്ലാൻ പോണത് വെയ്ക്കണവരെന്ത് ചെയ്യണം? എൻ്റെ ഒപ്പം പാടണം. അറിയണവർ അല്ലാത്തൊരു മൂള.
وتذلل بين يديك واستجارك يا حبيبي عندك الظبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അപ്പോൾ വാപ്പാനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത വാപ്പ ആരാണ് എന്നുള്ളതാണ്. വാപ്പയുള്ള നമ്മളെ തറവാട്, വാപ്പയാണ് തറവാട്. തറവാട് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുമെന്നാണ്. തറവാട്ടേർക്ക് തറവാടിത്തം ഉണ്ടായിരിക്കും. പൂക്കോയ തങ്ങൾ പാപ്പയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട തറവാട്ടേരെ വിളിച്ചു വരുത്തും. ചാക്കീരികൾ, അതുപോലെ ചങ്ങമ്പള്ളിക്കാർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പഴയ തറവാട്ടിൽ നിന്ന് ഒരാളെ വിളിക്കും. എന്നിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ആ തീരുമാനം എടുക്കുക. എന്താ കാരണം? തറവാട്ടേരൻ തറവാടിത്തമുള്ള വർത്താന പറയാം. വർത്താനം ആർക്കും പറയാം, പക്ഷെ തറവാട്ടേരൻ തറവാടിത്തമുള്ളതേ പറയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓല വിളിക്കുന്നതിൻ്റെ കാരണം. ഒരു മനുഷ്യൻ്റെ തറവാടിൻ്റെ ഒന്നാമത് സ്റ്റെപ്പ് ബാപ്പേ. ഖിദർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തു. അപ്പോൾ ഒരു പ്രദേശത്തെത്തിയപ്പോൾ ഒരു മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടു. ആ നാട്ടുകാരോട് ഖിദർ നബിയും മൂസ നബിയും അവർക്ക് ഭക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ നൽകിയില്ല. ആ നാട്ടിലാണ് മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടത്. ഇത് കണ്ടേക്കിന് ഖിദർ അലൈഹിസ്സലാം വേഗത്തിൽ തോർത്തുണ്ട് മാറ്റിങ്ങാണ്ട് ഇറങ്ങിയിട്ട് ആ മതിലാണ് പൊളിച്ചു കെട്ടിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും മൂസാ നബിക്ക് ഈറടിച്ചു. മാനവറുകൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇത്ര വലിയ കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ നമുക്കൊരു കരാറൊക്കെ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ എന്തേലുമൊക്കെ പൈസ കിട്ടൂല, അതുകൊണ്ട് നമുക്ക് ഒജീനം കഴിച്ചൂടേ എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഞങ്ങളോട് മുണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. യാത്ര കഴിയാൻ സമയത്ത് രഹസ്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ആ മതിൽ നേരാക്കിയില്ലേ, അത് പട്ടണത്തിൽ താമസിക്കുന്ന 2 യതീം മക്കളുടെ മുതലാണ്. വക്കാന അബൂഹുമാ സ്വാലിഹാ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, ഓല വാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയല്ല, മൂന്നാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നു. ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറയെങ്കിലും അതിൻ്റെ ഗുണം അനുഭവിക്കും. ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറക്ക് ഗുണം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വാപ്പയാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കാട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കുട്ടിൻ്റെ അറുക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ മോനോട് പറഞ്ഞു, മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുറു മാദാ തറ. മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിൽ എനിക്ക് വഹയി നൽകിയിരിക്കുന്നു. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? മകൻ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പൊന്നാര വാപ്പ, ഇഫ് അൽ മാ തുമർ, നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ ചെയ്യണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, തീർച്ചയായും ഞാൻ ക്ഷമിച്ചു കൊള്ളാം. ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിച്ചല്ല, ഇമ്മ പറഞ്ഞു കൊടുത്തല്ലോ മോനെ, വാപ്പന്നെ കാട്ടിക്കൊണ്ടോവും. അങ്ങനെ കാട്ടിച്ചെന്നതിൻ്റെ ശേഷം വാപ്പ പറയും,
മോനെ, സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് നിന്നെ അറുക്കണമെന്ന് വഹ്യ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അപ്പം ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞോളോണ്ടു, വാപ്പ നിങ്ങളോട് എന്താണോ കൽപ്പന അതുങ്ങൾ ചെയ്തോളി, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞോളോണ്ടു. അത് കുഴപ്പാക്കണ്ടട മോനെ, കുറച്ച് കഴിയുമ്പോൾ ജിബിരിയിൽ ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ എന്തേ ഈ കുട്ടി അങ്ങനെ മറുപടി പറഞ്ഞത്? നേരത്തെ പ്ലാൻ ചെയ്തതല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ കഥ നൊലോളിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് നൊലോളി വരില്ല. അതിൻ്റെ എന്താ കാരണം? അത് ജിബിരിയിൽ ആടിനേറ്റ് സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇപ്പം ഈ കഥ ഇങ്ങനെ നൊലോളിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും കൂട്ടി കാട്ടിലേക്ക് പോയിട്ട് അവിടത്തേക്കിന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എന്തിനാ മോലേരത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? അത് അത്ര വലിയ കേസൊന്നുമില്ല, അത് ജിബിരിയിൽ സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് വന്ന കേസല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ജിബിരിയിൽ സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ലൈവ് വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ പരിപാടി ഇല്ല. ഓൽക്കത് അറിയില്ല. അവിടെയാണ് പ്രസക്തി. ആ കുട്ടി അങ്ങനെ ഒരു മറുപടിയോട് പറഞ്ഞു. എന്താ കാരണം? വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടെങ്കിൽ മകൻ്റെ ഗുണം മകനുണ്ടായിരിക്കും. അതാണ്. മനസ്സിലായില്ലല്ലോ? വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടെങ്കിൽ മകൻ്റെ ഗുണം മകനുണ്ടാവും. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനായ അബ്ദുള്ളയെയും കൂട്ടി പള്ളിയിലേക്ക് പോയി. മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് പോയി. നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു, സഹാബത്തെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയും ഇല്ലാത്തൊരു മരത്തിൻ്റെ പേര് പറയാനറിയോ എന്ന് ചോദിച്ചു. കമ്പില്ലാത്തത്, ഇണച്ചില്ലാത്ത മരത്തിൻ്റെ പേര്, ഇങ്ങനെ നേരെ മേപ്പിട്ട് കൊണ്ടൊരു മരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കിട്ടുമോ ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു ആലം. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവിനും അവൻ്റെ റസൂലിനാണ് അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ല. അപ്പം നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു. ഈത്തപ്പന അങ്ങനെയാണ്, തെങ്ങ് അങ്ങനെയാണ്, കവുങ്ങ് അങ്ങനെയാണ്, പന അങ്ങനെയാണ്, വാഴ അങ്ങനെയാണ്, കൊടപ്പന അങ്ങനെയാണ്, ഒക്കെ അങ്ങനെ. അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. സദസ്സ് പിരിഞ്ഞ് പോരുമ്പോ അബ്ദുള്ള വാപ്പ ഉമർ ബിനുൽ ഖത്താബിനോട് പറഞ്ഞു, ഇപ്പാ എനിക്കതിൻ്റെ ഉത്തരം അറിയാമായിരുന്നു. അള്ളാന്റെ റസൂല് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഈത്തപ്പനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനത് പറയാതിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പ വാപ്പ ചോദിച്ചു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, ബാപ്പാൻ്റെ കുട്ടി എന്തടാ അത് പറയാഞ്ഞത്? ആ നാലാളെടേന്ന് ഇജ്ജ അതാണ്ട് പറഞ്ഞിക്കാണെങ്കിൽ ഞാൻ കസാലയിൽ ഒന്നും കൂടി അങ്ങോട്ട് നീർന്നിരുന്നങ്ങാണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തങ്ങാണ്ട് ഫേസ്ബുക്കിലുണ്ടാവും, ഒരു പോസ്റ്റൽ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് മനസ്സിലാണെങ്കിൽ ഈ ഒരു കോണ്ടസ്റ്റിൽ, ഈ ഒരു സാധ്യതയിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പം മകൻ ഒരു മറുപടി പറഞ്ഞു. മോനൊരു മറുപടി പറഞ്ഞു, വാപ്പാ, എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. എൻ്റെ വാപ്പാക്ക് ഉത്തരം കിട്ടാത്ത സ്ഥലത്ത് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നപ്പോൾ നബിനോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഇന്നലെ ഞങ്ങൾ നിങ്ങളെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ചെറുക്കനെയും കൊണ്ടുവന്നിരുന്നു. നിങ്ങളെ എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിച്ചില്ലേ? അപ്പം ഞങ്ങൾക്കാർക്കും ഉത്തരം കിട്ടിയില്ല. അവസാനം നിങ്ങൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് പറഞ്ഞു. പോകുമ്പോൾ ഓൻ പറയാണ്, ഓനതിൻ്റെ മറുപടി അറിഞ്ഞുത്തരേ, എനിക്കറിയാത്തതുകൊണ്ട് മുണ്ടാതിരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. എന്താ ചിരിൻ്റെ അർത്ഥം?
അങ്ങനെ തന്നെ വേണ്ട അമ്മറയെ വേണ്ടത്. തൊള്ളയിൽ വന്നതൊക്കെ വിളിച്ചു പറയലല്ല തന്നെ. എന്ത് ഈ കുട്ടി ഇങ്ങനായി? അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനായി? അതാ പഠിക്കണ്ടേ. ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. മുറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം വിശ്രമിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും ആ മരത്തിന് അബ്ദുല്ലാഹിബിൻ ഉമർ വെള്ളമൊഴിച്ചു കൊടുത്തു. ഒരു ദിവസം മഹാനവറുകളോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാ, ഈ മുറ്റത്ത് വേറെയും കുറേ മരല്ലേ, എന്താ അതിനൊന്നും വെള്ളം പാർന്നു കൊടുക്കാതെ ഈ മരത്തിന് മാത്രം വെള്ളം പാർന്നു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ആ മരത്തിൻ്റെ താഴ്ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എൻ്റെ ഹയാത്ത് കാലത്ത് ആ മരം ഉണങ്ങുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം? ഒരു ദിവസം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബത്തക്ക കിട്ടി. ഒരു ബത്തക്ക. കുറേ സമയം ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പിന്നെ വലതുവശത്തുള്ള ആൾക്ക് അതാണ് കൊടുത്തു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹിബിൻ ഉമർ, നിങ്ങൾ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബത്തക്ക തിന്നാത്തതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ റസൂലിനൊരിക്കൽ ബത്തക്ക കിട്ടിയിരുന്നു. പക്ഷേ നബിതങ്ങൾ അത് എങ്ങനെയാണ് മുറിച്ചത് എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദുന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്താ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ കാരണം? ഇങ്ങനെ ഒരു കുട്ടി മൂപ്പർക്ക് എന്താ ഉണ്ടാകാൻ കാരണം? ഒരു ദിവസം അബ്ദുല്ലാഹിബിൻ ഉമർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുമ്പിട്ടുങ്ങാണ്ട് പോയി. തല താത്തിയിട്ട് ഇങ്ങനെ കുമ്പിട്ടുങ്ങാണ്ട് പോയിട്ട് കുറേ ദൂരം ചെന്നുകാണ്ട് പിന്നെ തലണ് പൊന്തിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്താ അബ്ദുല്ലാഹിബിൻ ഉമറെ എങ്ങനെ തല താത്തി പോയിട്ട് കുറേ ചെന്നുങ്ങാണ്ട് തല പൊന്തിച്ചതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മുമ്പൊരിക്കൽ ഞാൻ ഇതുവഴി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മുന്നിലുണ്ട്, ഞാൻ ബാക്കിലുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഈ റോട്ടുമ്മക്ക് ഒരു മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നീന്നു. അയിമ തല തട്ടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തല താത്തിയിട്ടുണ്ട് പറഞ്ഞു. ഇപ്പം മരമില്ല, ഒട്ടകപ്പുറത്തും അല്ല, എന്നാലും തല താത്തിപ്പോയി. ആര്? സയ്യിദുന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്തേ മൂപ്പർക്ക് ഇയാതി ഒരു കുട്ടി ഉണ്ടായതിൻ്റെ കാരണം എന്നെ പഠിക്കണ്ടേ? അതിനൊരു കാരണമുണ്ട്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് നിയ്യത്ത് ചെയ്തിട്ടല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ഭാര്യയുമായി ഇണ ചേരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്കുള്ള ഉമ്മത്ത് വർദ്ധിക്കട്ടെ എന്ന് മനസ്സിൽ കരുതിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടുള്ളൂ എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബാപ്പാൻ്റെ നെയ്യത്ത് പോലെ ഇരിക്കും മകൻ. ബാപ്പാൻ്റെ നെയ്യത്ത് പോലെ മകൻ ഇരിക്കുക തന്നെ സംഗതി. കുട്ടികളെ നന്നാവാൻ 5 കാര്യം ചെയ്യണമെന്നാണ്. വിഷയൻ്റെ അതല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാണ്. 5 ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം മക്കൾ എന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും ചിലപ്പം, അല്ല ഉസ്താദ് ഞങ്ങൾക്ക് ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണ് എന്ന്. ആണെങ്കിൽ വളരെ ഉഷാറായി. പക്ഷെ ആണോ അല്ല എന്നുള്ളത് പരിശോധിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. പക്ഷെ 1.5 കൊല്ലമായപ്പോൾ ഉണ്ടായി. അപ്പോൾ പിന്നെ ഓല് പറഞ്ഞു, എന്താപ്പ കാട്ട, പടച്ചോൻ തന്നാ വാങ്ങല്ലാതെ. ആഗ്രഹിച്ച് കിട്ടിയതാണോന്ന് ഒന്നാണ്ട് ബാക്കിലേക്ക് കറങ്ങി പോയി, ബാക്കിലേക്കാണ് പോയി. അപ്പം അറിയാം ആഗ്രഹിച്ച് കിട്ടിയതാണോന്ന്. 5 കാര്യങ്ങൾ മക്കൾ നന്നാവാൻ ആവശ്യമാണ്. ഒന്നാമത്തത് പൂതിച്ച് കിട്ടിയതായിരിക്കണം തന്നെ. അതുകൊണ്ട് വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്ക് ഉണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം എൻ്റെ വാപ്പയാണ്. അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാകുന്നു.
എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഉസ്താദേ, ഇന്നത്തെ വയത് വാപ്പാനെ പറ്റി മാത്രമേ ഉള്ളൂ, മാതാപിതാക്കൾ എന്നാണല്ലോ നോട്ടീസിലുള്ളത്. ഇന്ന് മിക്കവാറും വാപ്പാനെ പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഉമ്മാനെ പറ്റി എല്ലാവരും പറയലുണ്ട്, വാപ്പാനെ പറ്റി അങ്ങനെ ആരും പറയലില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാനെ പറ്റി എല്ലാവരും പറയും, പക്ഷെ വാപ്പാനെ പറ്റി അധികം ആൾക്കാരും പറയില്ല. ഉമ്മാക്ക് എന്തെല്ലാം ഫളായിലുകളുണ്ടോ ആ ഫളായിൽ മുഴുവൻ വാപ്പാക്കുണ്ട്. ഒരു മനുഷ്യൻ്റെ ജനനം ഉമ്മാൻ്റെ തീരുമാനമല്ല, വാപ്പാൻ്റെ തീരുമാനമാണ്. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ നാം പടച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. അത് ഉമ്മാൻ്റെതല്ല, അത് വാപ്പാൻ്റെതാണ്. നമ്മളിവിടെ ജനിക്കണോ വേണ്ടയോ എന്ന തീരുമാനം വാപ്പാൻ്റെതാണ്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അതുകൊണ്ട് വാപ്പാക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് കൊടുത്തേ മതിയാവും. എന്ത് വിഷയത്തിലും വാപ്പാനോട് അഭിപ്രായം ചോദിച്ചേ പറ്റൂ. അതന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്സത്ത് വാപ്പയാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം എൻ്റെ വാപ്പയാണ് എന്ന്. നമ്മളെ എല്ലാ ഇബാദത്തിലും ഇബ്രാഹിം നബിനേറ്റ് ബന്ധമുണ്ടാവും. എല്ലാ ഇബാദത്തിലും ഇബ്രാഹിം നബിനേറ്റ് ബന്ധമുണ്ടാവും. അപ്പം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ ഇല്ല, അല്ലാഹു അക്ബർ. ശരിക്കും അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണല്ലോ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. റേഞ്ചിലുണ്ടോ? റഹ്മത്തുള്ളാഹി ഖാസിമി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടോ? അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരമാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ശരിക്കും എങ്ങനെ നിസ്കരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ല വേണ്ടത്. പിന്നെന്തേ അല്ലാഹു അക്ബർ ആയത്? അവ്വലു മൻ ഖാലഹാ സയ്യിദുനാ ഇബ്രാഹിം. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയാണ്. വാപ്പാനായിട്ടുള്ള ബന്ധമാണത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹ്തു വജ്ഹി, ഞാൻ എൻ്റെ ശരീരത്തെ നേരിടിക്കുന്നു, ലില്ലദീ ഒരു അല്ലാഹുവിലേക്ക്, ഫതറസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും അവൻ പടച്ചു, ഹനീഫൻ ഞാൻ സത്യമതത്തിൽ ഉറച്ചവനായ നിലയിൽ, മുസ്ലിമൻ മുസ്ലിമായ നിലയിലും. ശരിക്കും എങ്ങനെയാ പറയേണ്ടതെന്നറിയോ? മുസ്ലിമൻ ഹനീഫൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് ഹനീഫൻ മുസ്ലിമൻ എന്നാണ്. എന്തേ കാരണം? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമനപ്പേരാണ് ഹനീഫ് എന്നത്. മുസ്ലിമിന് തെറ്റും, ഹനീഫിന് തെറ്റൂല. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? കുടുങ്ങിയല്ല റബ്ബേ. മുസ്ലിമിന് തെറ്റാം, പക്ഷെ ആർക്ക് തെറ്റൂല? ഹനീഫിന് തെറ്റൂല. ഹനീഫ് ഇബ്രാഹിം നബിൻ്റെ പേരാണ്, വാപ്പയാണത്. ഇബ്രാഹിം എൻ്റെ വാപ്പയാണെന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി ഇബ്രാഹിം നബി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. മിഅ്റാജിന്റെ രാത്രി ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മർഹബൻ ബി ഇബ്നി സ്വാലിഹി എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി ഇങ്ങോട്ട് മകൻ എന്ന് വിളിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വാപ്പ എന്നും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ ഇബാദത്തിലും ഇബ്രാഹിം നബിനേറ്റ് ബന്ധം കാണും. എല്ലാ ഇബാദത്തിലുണ്ട്. ചില ഇബാദത്തൊക്കെ മൂപ്പർ തന്നെയാണ്. ഹജ്ജ് ഉദാഹരണം, മുഴുവനായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും താരീഖാണ്. ഹജ്ജ് മൊത്തത്തിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ചരിത്രമാകുന്നു. നോമ്പിൽ ഇബ്രാഹിം നബിയോട് ബന്ധമുണ്ട്, സക്കാത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ബന്ധമുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതും ഒരു മനുഷ്യൻ്റെ പ്രാധാന്യത്തിൽ ഒന്നാം നമ്പറുകാരൻ വാപ്പയാണ്. വാപ്പാൻ്റെ ഗുണമാകുന്നു മനുഷ്യനുള്ളത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞില്ലേ? മഹാനവർകൾ നിൽക്കാതെ ബാക്കിക്ക് മാറിയില്ലേ? നബി തങ്ങൾ വന്നിട്ട് മുന്നിൽ എന്നുകാണ്ട് നിക്കരിച്ചില്ലേ? നിക്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നില്ലേ? ഇരുന്നോ? ഇരുന്നിട്ട് ചോദിച്ചു, എന്ത്
അല്ല പോക്കരെ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് ഷഹിദ്തു, അതേ നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണെങ്കിൽ എൻ്റെ എല്ലാ കൽപ്പനയെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, നിങ്ങളുടെ എല്ലാ കൽപ്പനയും ഞാൻ അംഗീകരിക്കേണ്ടതു തന്നെയാണ്. അപ്പ നബി തങ്ങൾ ചോദിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം ഇമാം നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെന്തേ പിന്നൊക്കെ നിന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന എൻ്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്ക് ഉണ്ടാകുക. അൽ വലതു സിറു അബീഹി, മകൻ അല്ലെങ്കിൽ മകൾ വാപ്പാൻ്റെ രഹസ്യമാകുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരാൾ വാപ്പ. നമ്പറുടെ അല്ല ഞാൻ രണ്ടാമത്തത് ഉമ്മ, നമ്പർ പ്രശ്നമല്ല. 1 വാപ്പയും 2 ഉമ്മയും നല്ല കേട്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞപ്പോൾ 1 വാപ്പയാണ്, രണ്ടാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് ഉമ്മ. എന്തേ നമ്മളൊക്കെ ഇപ്പം നമ്മളെ ഉമ്മാനെ നോക്കുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ കാരണം? ഇമ്മാൻ്റെ കാലിൻ്റെ ഓട്ടിലാണ് സ്വർഗം. കുടുങ്ങിയിട്ട് നോക്കുകയല്ലേ സംഗതി, അവിടെ ആയിപ്പോയില്ലേ. അത് സ്വർഗമാണ്, അത് ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടായി പോയില്ലേ. നോക്കല്ലാതെ എന്താ കാട്ടുക എന്ന് വിചാരിച്ചാണ് നോക്കണേ. സത്യത്തിൽ അങ്ങനെ പോരാ, ഉമ്മാനെ അങ്ങനെ നോക്കിയാൽ പോരാ, ഉമ്മയെ അങ്ങനെ നോക്കിയാൽ പോരാ. കാരണം ഉമ്മാക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റഹ്മാണ്, ഗർഭപാത്രം. റഹ്മ എന്നത് റഹ്മാനിയത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റഹ്മാൻ. നാളെ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബി അലൈഹിസ്സലാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹിൻ്റെ പേരാണ് റഹ്മാൻ. അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം എന്ന ആശയം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മയിലൂടെ അള്ളാഹുവിലേക്ക് വേഗത്താം. അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊലാ എന്നാണ്. ഉമ്മയാകുന്നു മനുഷ്യൻ്റെ 1ാമത്തെ മദ്രസ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമ്മി നമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഉമ്മയിലൂടെയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുക. സ്വർഗത്തേക്ക് എത്തിയാൽ പോരട്ടോ, ശരിക്കും സ്വർഗത്തേക്ക് എത്തുന്നത് എന്തിനാ? അള്ളാഹുവിലേക്ക് എത്താനാണ്. സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാണ്, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. പടച്ചോനെ റബ്ബെ, കുടുങ്ങിയോ? നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടണ്ടേ? എന്തേ സ്വർഗം കിട്ടിയാൽ എന്താ ഉണ്ടാവുക? മുന്തിരി ഉണ്ടാവും, ഉറുമാമ്പഴം ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, ഒക്കെ പടി ഉണ്ടാവില്ലേ? അതിലുണ്ട് മുന്തിരി തോട്ട ഉറുമാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാന, ഒക്കെ പടിയും കിട്ടുമല്ലോ. പിന്നെന്താ സ്വർഗത്തിലുള്ളത്? അതൊന്നല്ല. സ്വർഗത്തിൽ ചെന്നാൽ അള്ളാനെ കിട്ടും, അള്ളാനെ കാണാം. അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം. എന്താകരുത്? സ്വർഗത്തിലേക്കുള്ള വഴി ആകരുത്. മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അള്ളാനോട് കിട്ടണം, പടച്ചോനെ തൃപ്തിപ്പെടുത്തണം. എന്തിന്? സ്വർഗത്തേക്ക് പോകാൻ എന്നാകരുത്. പിന്നെന്താകേണ്ടത്? സ്വർഗത്തേക്ക് എന്തായാലും പോകണം, എന്നാലേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ടാവണം. സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയായാൽ പോരാ. അപ്പോൾ ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവിലും അങ്ങനെയാണ്, ആഖിറത്തിലും അങ്ങനെയാണ്. പടച്ചോനെ മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ഇപ്പം ഇരുന്ന് വർത്താനം പറയുന്നതിൻ്റെ ഇടയിലേ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുക, വന്ന് കുടുങ്ങി.
അങ്ങനെ ഓൻ 4 ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നൊലോളിച്ചാൻ ഒരുങ്ങുമ്പോൾ ഓൻ്റെ വാപ്പണ്ട് അവിടെ ഇരിക്കണു. അപ്പം എന്ത് ചെയ്യും? വേഗം വാപ്പാൻ്റെ അടുത്ത് കണ്ട് ഓടിപ്പോവും, നൊലോളി മാറ്റും. വാപ്പാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി നൊലോളിച്ചാണെങ്കിലോ അപ്പം ഉമ്മ വരണം. ഉമ്മ വന്നിട്ട് കുട്ടിനെടുത്താൽ നൊലോളി നിർത്തും. കാരണം വാപ്പയേക്കാൾ പരിചയം ഉമ്മയോടാകുന്നു എന്നതാണ് കാരണം. ക്ലിയർ ആകണ്ടല്ലോ. ഇമ്മാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി നൊലോളിച്ചാണെങ്കിലോ വാപ്പാൻ്റെ അടുത്ത് നിന്ന് നൊലോളിച്ചപ്പോൾ ഉമ്മ എടുത്തു. ഇമ്മാൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി നൊലോളിച്ചാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നാൽ നിർത്തും. അതാരാ? അതാണ് താരാട്ടുപാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് കുട്ടി നിർത്തും? നിർത്തിയില്ലേ? നിർത്തും. മനസ്സറിഞ്ഞ് ചെല്ലണം എന്ന് മാത്രം. 5 മിനിറ്റ് ചെല്ലണം എന്നാണ്. 5 മിനിറ്റ് തുടർച്ചയായി ചെല്ലണം. ഏത് കുട്ടി നിർത്തും. വയറുവേദന ആണേറ്റാണെങ്കിൽ പോലും നിർത്തും. കാരണം ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നു എന്നതാണ് കാരണം. ഇഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അമ്മ ചൊല്ലിക്കൊടുത്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലോ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? വാപ്പ ചൊല്ലിക്കൊടുത്താൽ നിർത്തും. കാരണം എന്തേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് വാപ്പാൻ്റെ മുതുകിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കാരണം. അതുകൊണ്ട് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ കരച്ചിൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്താൽ നിർത്തും. ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണരുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ്. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് കരയുന്ന കുട്ടിനെ വാപ്പ ഉറക്കിയാൽ ഉണരൂല. ഒരാഴ്ച തുടർച്ചയായി ഉറക്കിയാൽ മതി, പിന്നെ ആ കുട്ടി ഉറക്കന്ന് പേടിച്ചുണരൂല. അതാണ് വാപ്പയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. മറ്റേതാണ് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. ഇതന്നെ സംഗതി. അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ലുഖ്മാൻ എന്ന പേരായ ഒരു അധ്യായമുണ്ട്. ലുഖ്മാൻ സൂറത്ത്. സയ്യിദുന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആയിരുന്നില്ല എന്നാണ് സ്വഹിയായ അഭിപ്രായം. ശരിയായ അഭിപ്രായ പ്രകാരം മഹാനവറുകൾ നബിയല്ല, മുൻകാലത്ത് ജീവിച്ച ഒരു സ്വാലിഹായ മനുഷ്യനാണ്. ഔലിയാക്കൾ ഈ ഉമ്മത്തിൽ മാത്രമല്ല, ഔലിയാക്കൾ മുൻകഴിഞ്ഞ ഉമ്മത്തിലുണ്ട്. അപ്പോൾ മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ ജീവിച്ച ഒരു വലിയ ഒരു സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു ലുഖ്മാൻ. ലോകത്ത് ഒരുപാട് ആൾക്കാർ മക്കൾക്ക് ഉപദേശിച്ചിട്ടില്ലേ? അതൊന്നും ഖുർആനിലില്ല. ഒരാളെ ഉപദേശമുള്ളത്. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? കാരണം ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലെങ്കിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, പ്രായമായൊരു ഉമ്മ. ലുഖ്മാൻ ഉമ്മാനെ നല്ലോണം നോക്കും. ഉമ്മാക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കും. ഉമ്മാക്ക് പ്രായം കൂടി വന്നു. പ്രായം കൂടുതലായപ്പോൾ പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ തുടങ്ങി. അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രായം കൂടി വരുമ്പോൾ വർത്തമാനത്തിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പറഞ്ഞ തന്നെ പിന്നെയും പറയും. അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ടായി. എന്നും രാവിലെ ലുഖ്മാൻ ജോലിക്ക് വേണ്ടി പോകും. അപ്പം ഉമ്മാട് ചോദിക്കും, ഉമ്മ വൈകുന്നേരം ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, മോനെ എനിക്ക് എന്തേലും ഒരു നേന്ത്രായൊക്കെ കൊണ്ടുവരുകൊണ്ടു, അല്ലെങ്കിൽ ലേശം മിച്ചർ കൊണ്ടുവരുകൊണ്ടു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളൊരു ഉദാഹരണം, മൂപ്പരത് കൊടുന്നു കൊടുക്കും. ഒരു ദിവസം ലുഖ്മാൻ പോകുമ്പോൾ അമ്മാട് ചോദിച്ചു, ഉമ്മ ഇന്ന് ലുഖ്മാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാൻ്റെ കുട്ടി ഇന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുകൊണ്ടു.
കാലിൻ്റെ ചോട്ടുന്ന് ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടുന്ന് ഒരു പിടി മണ്ണും കൂടി എടുത്തുങ്ങാണ്ടാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇന്ന് ലുക്മാൻ പണിക്ക് പോണില്ല, ഇന്ന് കൊണ്ടുവരാനുള്ള സാധനം തന്നെയാണ്, നിങ്ങളെ കാലിൻ്റെ ചോട്ട് ഇതാന്ന് പറഞ്ഞാണ്ട് എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അത്. ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു അധ്യായം കൊണ്ടുവന്നു. എന്തേ കാര്യം? അവനാൻ്റെ അമ്മാനെ നോക്കുന്നവർക്ക് മാത്രമേ മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. എന്തേ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തത്? നമ്മളമ്മാനെ നമ്മൾ നോക്കായിട്ട് എല്ലാം ഒന്നുമല്ല. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവനാൻ്റെ അമ്മാനോട് നോക്കണം. ഞമ്മക്കൊരു 3 സെൻറ്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ആവുമ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും തറവാട്ടിലുള്ള വാപ്പാനെയും ഉമ്മാനെയും മക്കളെ മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞാൽ ആ കുട്ടികൾ നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവൂല. നമ്മളെ എത്രത്തോളം നമ്മളെ അമ്മാനെ നോക്കിയിട്ടുണ്ട്, എത്രത്തോളം വാപ്പാനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കൾ നമ്മളെ അംഗീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം. അതാണ് സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാനവറുകൾ പ്രവാചകൻ പോലും അല്ല, ഒരു സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നു. ഒരു സൂറത്തിന് പേര് പോലും അതിട്ടു. എന്താ മൂപ്പര പ്രത്യേകത? മനോക്കിയതാണ്, വേറൊന്നല്ല. അപ്പം ഉമ്മ അങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്താ കാട്ടുക? അതുകൊണ്ട് തന്നെ നോക്കാൻ പറഞ്ഞതേ. ഇമ്മ അങ്ങനെയൊക്കെ ആയാൽ അപ്പം എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ലേ എന്നോട് നോക്കാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആവും എന്നുള്ളതുകൊണ്ട് തന്നെ അല്ലേ, അതുകൊണ്ട് തന്നെ നോക്കാൻ പറഞ്ഞു എന്ന് മാത്രല്ല. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. വഹീന്റെ ഇൽമാണ്, മുഹമ്മദ് നബി പറഞ്ഞതാണ്, തെറ്റൂല. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ആരെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകും. വൽ മലായികതി, മലക്കുകളുടെ ശാപമുണ്ടാകും. വന്നാസി അജ്മഈൻ, എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടാവും. ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ, വാപ്പാനി ഉമ്മാനി അടങ്ങാറാക്കിയവൻ അനുഭവിക്കാതെ മരണപ്പെട്ടു പോവില്ല. അനുഭവിക്കൽ മാത്രമല്ല, ഓനത് അനുഭവിച്ചു എന്ന് 4 ആൾ അറിയണതിൻ്റെ മുമ്പ് മരിക്കൂല. നാട്ടുകാർ പറയും ഓനക്കത് വേണ്ട തന്നെയാണ്, ഓൻ്റെ വാപ്പാനെ നോക്കിയിരുന്നില്ല, ഉമ്മാനെ നോക്കിയിരുന്നില്ല എന്ന് പറയും. ഓൻ ദുനിയാവെന്ന് അനുഭവിച്ചു എന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് മരണപ്പെടൂല. അതാണ് വാപ്പാനും ഉമ്മാനും നോക്കിയില്ലെങ്കിലുള്ള കുഴപ്പം. അതുകൊണ്ട് എല്ലാവരും വാപ്പിയമ്മയാണ്, എല്ലാവരും വാപ്പിയമ്മ ആകേണ്ടവരാണ്, എല്ലാവർക്കും വാപ്പിയമ്മ ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാം ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള 2 ആളുകളാണ്, ഒന്ന് മാതാവ്, മറ്റൊന്ന് പിതാവ്. അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു സൽക്കാരമൊക്കെ ഉണ്ടായാൽ, ഒരു ആടിനെ കറുത്താൽ അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഖദീജ ബീവിൻ്റെ കൂട്ടുകാരി ഹാല ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തേക്കും. വല്ലാതെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞപ്പോൾ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, നിങ്ങളിങ്ങനെ എപ്പോഴും ഖദീജ 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 എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു തള്ളയായിരുന്നില്ലയോ എന്ന് ചോദിച്ചു. അതൊരു തള്ളയായിരുന്നില്ലേ? വഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിന്നാ, ഖദീജയേക്കാൾ ഖൈറായ ധാരാളം സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ? അപ്പ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിന്നാ, ഖദീജയേക്കാൾ ഖൈറായ ഒരു ഭാര്യയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഖദീജ എൻ്റെ കുട്ടികളുടെ ഉമ്മയാകുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ തള്ളാ നിങ്ങൾ പറഞ്ഞാലും എൻ്റെ കുട്ടികളുടെ അമ്മയാണ് ഖദീജ എന്ന് പറഞ്ഞു. അതാണ് ഉമ്മ എന്ന സ്ഥാനത്തിനുള്ള പ്രത്യേകത. അതുകൊണ്ട് വാപ്പ ഉമ്മ എന്നീ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചിന്തയായിരിക്കണം. എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും ഒന്നുകിൽ വാപ്പാൻ്റെ പേരിൽ ഹദിയായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പേരിൽ ഹദിയാക്കിയിട്ട് കൊടുക്കുക. 2 കാര്യമുണ്ട്. ഒന്ന്, ഞമ്മക്കൊന്നും കുറയില്ല, ഓൽക്കത് കിട്ടും ചെയ്യും. അതുകൊണ്ട് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ ഹദിയാക്കി നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക.
അങ്ങനെ അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മളെല്ലാ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. കടങ്ങളെ വീട്ടി സലാമത്താക്കട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മക്കളെ സജ്ജനങ്ങളിൽ ചേർക്കട്ടെ. അവർക്കും നമുക്കും നാഫിയായ ഇൽമിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ്. ഖൽബിൻ്റെ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കട്ടെ. വിധവകൾക്ക് സബ്ർ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീർത്തു കൊടുക്കട്ടെ. നാട്ടിലും യാത്രയിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ഇൻഷാ അല്ലാഹ് മെല്ലെ പോകും. നിങ്ങൾ മജ്ലിസ് നൂറിൻ്റെ ശേഷമുള്ള ദുആയിൽ എന്നെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.